ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വളരെ ഗൗരവമായ ചില പശ്ചാത്തല പരാമർശങ്ങൾ കൂടി ഉൾച്ചേർന്ന് വരുന്ന ഒന്നാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശൈലി, രീതി, സമീപനം എന്നുള്ളത് കൂടി വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാദം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ വലിയ നേതൃ ക്യാമ്പൊക്കെ ലക്ഷ്യം കഴിയുമ്പോൾ വരുന്ന വാർത്തകൾ എല്ലാം ഈ വിവാദങ്ങൾ, കനകോലുവിൻ്റെ ഒരു തിയറിക്ക് അനുസരിച്ചും ഗൈഡ് ലൈൻസിനനുസരിച്ചും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. വിവാദങ്ങളെ മുറുകെ പിടിക്കുക, അതിനനുസരിച്ചുണ്ടാക്കുന്ന ഒരു നറേറ്റീവിനെ അങ്ങനെ പൊലിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇവിടെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ വാർത്താ സമ്മേളനം കണ്ടിരുന്നു. ഭരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ആ രാഷ്ട്രീയ മറുപടികളും ഒക്കെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ താരതമ്യത്തിന് പ്രസക്തമായ ഒന്നുകൂടി അദ്ദേഹം ഇന്ന് പറഞ്ഞു. താങ്കൾ വരുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവമാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയ്ക്ക് വിധേയമായതുകൊണ്ടാണ്. അതായത് മാറാടുമായി ബന്ധപ്പെട്ട് എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോകാതെ പോയതും പാർട്ടി സെക്രട്ടറി ആയിരിക്കും പിണറായി വിജയൻ അവിടെ പോയതിനെക്കുറിച്ച് ഇപ്പോൾ സജീഷും സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഈ രണ്ട് തലത്തിലും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ സമീപനത്തെ ഈ രണ്ട് രീതികൾ വെച്ചുകൊണ്ട് താങ്കൾ പ്രത്യേകിച്ച് മാറാടിൻ്റെ കാര്യത്തിലൊക്കെ നന്നായി അറിയുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരാണല്ലോ. അതുപോലെ തന്നെ ഈ വിവാദവും വസ്തുതകളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ നടന്നു വരികയാണ്, പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ സജീവൻ എന്തു പറയുന്നു? താരതമ്യം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല, ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് എ കെ ബാലന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാറാടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നടത്തിയ പ്രസ്താവന, അതാണ് വളരെ രാഷ്ട്രീയമായ പക്വതയോട് കൂടിയിട്ട് ഒരു വിവാദ വിഷയത്തെ എങ്ങനെ അതിന്റെ വിവാദങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വളരെ കൃത്യമായ രൂപത്തിൽ അവതരിപ്പിക്കാമെന്നതിന്റെ ഏറ്റവും നല്ല തെളിവ്. അത് ഞാൻ വളരെ കൃത്യമായി പറയുന്നതിന് കാരണം എ കെ ബാലൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എ കെ ബാലൻ ഒരു കാര്യവുമില്ലാതെയാണ് ആ വിഷയം എടുത്തിട്ടത്. അത് അദ്ദേഹം അവതരിപ്പിച്ച കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് വിചാരിച്ച കാര്യം വേറെയായിരിക്കും. പക്ഷെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കൊണ്ടുപോകുന്നു, നല്ല കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ എ കെ ബാലൻ മാത്രമല്ല, CPM മാത്രമല്ല, എല്ലാവരും മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായ സുന്നികൾ, അതിൽ തന്നെ ഏറ്റവും പ്രബല വിഭാഗമായിട്ടുള്ള EK വിഭാഗം, അവരുടെ കണ്ട ശത്രു എന്ന് അവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഏറ്റവും കടുത്ത വർഗീയവാദികൾ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി EK വിഭാഗം പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് AP വിഭാഗവും പറയുന്നത്. മുജാഹിദുകളൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ കൃത്യമായിട്ട് പരസ്യമായിട്ട് എതിർക്കുന്നവർ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ആഭ്യന്തരം വരുന്നു, ആഭ്യന്തരത്തെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും അത് കഴിഞ്ഞ് മാറാടിലേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് നടത്തിയ പ്രസ്താവനയിൽ വളരെ കൃത്യമായിട്ടുള്ള ന്യായീകരണം കൊടുത്തിട്ടുണ്ട്, വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയിലേക്കല്ല കൊണ്ടുപോയിട്ടുള്ളത്, അന്ന് നടന്ന യാഥാർത്ഥ്യം. ഇവിടെ സജീഷൊക്കെ പറഞ്ഞ കാര്യം, താങ്കൾ പറഞ്ഞ പോലെ ഈ മാറാട് വിഷയത്തെ കുറിച്ച് അത് ആ 2 തവണ, ഒന്നാം മാറാടും രണ്ടാം മാറാടും ഉണ്ടായ ആദ്യത്തെ ദിവസം മുതൽ അതിന്റെ അവസാന ഘട്ടം വരെയും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അതിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ആളാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മാറാട് പ്രദേശത്ത് തന്നെയുള്ള ഒരാളാണ്. മാറാടിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന നടുവട്ടത്താണ് എൻ്റെ വീട്. അതിനൊക്കെ അപ്പുറത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്കോ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഈ വിഷയം പരിഹരിക്കാൻ നിർദ്ദേശിച്ചിട്ട് നിന്ന ശങ്കരനോ മന്ത്രിമാരായ ശങ്കരനോ മുനീറിനോ ഒന്നും ഇവരെ ഈ എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ മന്ത്രിമാർ തന്നെ ആവശ്യപ്പെട്ടിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി വന്ന 4 പേരിൽ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. ഞങ്ങളാണ് ഈ പ്രശ്നം ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ചർച്ചയായിട്ട് മാറി. അതിനുശേഷം നടന്ന പല കള്ളക്കളികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. അത് സത്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അന്നത്തെ പ്രശ്നത്തിൽ ഈ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത് ആവശ്യവുമാണ്. കാരണം ഇപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് മുസ്ലിം വിരുദ്ധരാണ് LDF എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ ഒരു ഭാഗമാണ് CPIM എന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്ന് പാർട്ടിയിലെ മൊത്തം ആളുകൾക്ക്, ഞാൻ പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഒരു പാഠമായിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിലെ ഈ വാക്കുകളൊക്കെ ഉള്ളത്. കാരണം വളരെ കൃത്യമായിട്ട് അദ്ദേഹം അന്നത്തെ എ കെ ആന്റണി അതിന് മുമ്പ് എടുത്തിട്ടുള്ള ഈ ന്യൂനപക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയുടെ ഓരോ ആളും പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതാണ് വേണ്ടത്.
ഇങ്ങനെ ഇപ്പുറത്തും മറ്റു രീതിയിൽ പറയുമ്പോൾ വ്യക്തമായ രൂപത്തിൽ നമുക്ക് എടുത്ത് കാണിക്കാവുന്ന ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കേണ്ടത്. അതാണ് ആ രീതി. സത്യത്തിൽ മറ്റ് നേതാക്കന്മാർ, CPM-ന്റെ നേതാക്കന്മാർ ആരും എടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആകെ TP രാമകൃഷ്ണൻ മാത്രമാണ് പക്ഷെ അദ്ദേഹം പോലും ഇത് പാർട്ടി ലൈനല്ല എന്ന് പറഞ്ഞ് മാറ്റിയെന്ന് മാത്രമേ. എന്താണ് ഇതിന് യാഥാർത്ഥ്യം? ബാലൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ബാലൻ പറഞ്ഞതിന്റെ ശരിയായ വശത്തെ, ആ വശം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഓരോ നേതാവും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രത്യേകിച്ചും പറയേണ്ടത്. അങ്ങനെയാവുമ്പോൾ അത് തിരിച്ചടിയായിട്ട് മാറില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ വളരെ ചുരുക്കത്തിൽ താങ്കൾ അതിലൊരു കാര്യം കൂടി ഞാൻ ശ്രീ റോണിയിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് വർഗീയത എന്നുള്ളത് അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടൊരു വലിയ ക്യാമ്പയിൻ മെറ്റീരിയലാക്കി ഇന്നിപ്പോൾ UDF ആകട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെതിരായി വസ്തുതകൾ നിരത്തി ഓരോ കാലവും ഓരോ ഘട്ടവും അതിൽ LDF UDF വേർതിരിവുകൾ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത് UDF-ന് കൃത്യമായ നിലപാടുകളില്ല ഇതിനെയൊന്നും നേരിടുന്ന കാര്യത്തിൽ, പക്ഷേ LDF അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഈ താരതമ്യമൊക്കെ ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഒരു കുറവ് LDF-ന് കിട്ടുന്നതിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജനവിഭാഗത്തെയൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ വിലയിരുത്താൻ പ്രാപ്തമാക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ? കാരണം അതിൽ വസ്തുതകളുണ്ട്, അതിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. കോൺഗ്രസിന് പലതിനും മറുപടി പറയാതെ ഒഴിവായി പോകേണ്ടതായിട്ട് തന്നെ നിശ്ചയമായി വരും. കാരണം ഇതിന് ഓരോന്നിനും മറുപടി പറഞ്ഞു നിൽക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഏതായാലും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. മറ്റ് LDF നേതാക്കന്മാർ, CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി അവരൊക്കെ പറയേണ്ടിയിരുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടും പറഞ്ഞു. ഞങ്ങൾ എല്ലാ വർഗീയതയെയും ഒരേപോലെ എതിർക്കുന്നു, ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നു. അത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ഞങ്ങൾ ന്യൂനപക്ഷ, ഈ ബാലൻ പറഞ്ഞ പോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് മാത്രം കൊണ്ടുപോയി കെട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞാൽ ഊന്നി പറയുന്ന കാര്യം, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നു. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യം ഇതാണ്. ഞങ്ങൾ ഒരു വർഗീയതയുടെ മാത്രം ന്യായീകരിക്കും, ഒരു വർഗീയതയെ മാത്രം ന്യായീകരിക്കുകയും മറ്റേ വർഗീയതയെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും ചുമതല. പ്രത്യേകിച്ച് LDF പ്രവർത്തകരുടെ, CPM പ്രവർത്തകരുടെ ചുമതല. അതവർ നിർവഹിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദാഹരണ സഹിതം പറയാതെ പറയുന്നത്.